നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. അതിൽ കുറേ ഡിസീസിൻ്റെ കാര്യം പഠിക്കാനുണ്ട്. ഫോക്കസ് പോയിൻറ്റ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഫോക്കസ് പോയിൻറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളിനിയുള്ള ചാപ്റ്റേഴ്സ് എടുക്കുകയാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം, ഒരാളുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനാണ് ഹ്യൂമൻ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അങ്ങനെയാണ് ഡെഫിനിഷൻ തരുന്നത്. അതായത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഫിസിയോളജിക്കൽ വെൽബീയിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് ടേംഡ് ആസ് ഹെൽത്ത്. അപ്പോൾ ഡിസീസ് എന്തായിരിക്കും? ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽബീയിങ്ങിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻ, അതിനെയാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഡിസീസിനെ നമുക്ക് ജനറലി രണ്ടായിട്ട് തിരിക്കാം: ഇൻഫെക്ഷ്യസ് ഡിസീസും നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസും. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആർ കോൾഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. എയ്ഡ്സ്, കോമൺ കോൾഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം വളരെ വാർത്താ പ്രാധാന്യമുള്ള കൊറോണ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കാൻ കാരണമായിട്ടുള്ള കൊറോണ, ഇതൊക്കെ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഇനി നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ട്. ഡിസീസ് വിച്ച് ആർ നോട്ട് ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാത്തത്, പകരാത്തത്. ഇപ്പോൾ ക്യാൻസർ, ഗോയിറ്റർ, അൾസർ, അതുപോലെ തന്നെ ഡയബറ്റിസ്, ഇതൊന്നും ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരില്ല. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഡിസീസിൻ്റെ രണ്ട് ഡിവിഷൻസാണ്. അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ റെസ്റ്റ്, ഇതെല്ലാം കൂടി എക്സസൈസ് അല്ലെങ്കിൽ യോഗ, അങ്ങനത്തെ എല്ലാം കൂടിയുള്ളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് അങ്ങനെയുള്ള ആൾ ഡിസീസിലേക്ക് വേഗം വഴുതി വീഴില്ല. ഇനി കോമൺ ആയിട്ടുള്ള ഡിസീസസ്, ഹ്യൂമൻ ബീങ്സിലുള്ള കോമൺ ആയിട്ടുള്ള ഡിസീസസിനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ ഡിസീസ് ഉണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ ബാക്ടീരിയൽ, വൈറൽ, പ്രോട്ടോസോവൻ, അതുപോലെ തന്നെ ഹെൽമിൻതൈൻ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. അതായത് കോസറ്റീവ് ഓർഗാനിസത്തിനെ വെച്ചിട്ടാണ് ഈ ഡിവൈഡ് ചെയ്യുന്നത്. ബാക്ടീരിയൽ, വൈറൽ എന്നൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയൽ ഡിസീസിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഫോക്കസ് പോയിൻറ്റിലുള്ളത് ടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്ന ഒരു ഡിസീസ് മാത്രമാണ്. ബാക്ടീരിയൽ ഡിസീസിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ടൈഫോയിഡ് ഫീവറാണ്. അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റിലും ബാക്ടീരിയൽ ഡിസീസിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഡിസീസിലും നമ്മൾ പഠിക്കുമ്പോൾ വിച്ച് ഈസ് ദ പാത്തജൻ, വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് ദ ബോഡി ഇറ്റ് ഇൻഫെക്ട്സ്, സിംറ്റംസ്, ഹൗ ഇറ്റ് സ്പ്രെഡ്, അതുപോലെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് എല്ലാ ഡിസീസിനും നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് പാത്തജൻ, കോസറ്റീവ് ഓർഗാനിസത്തിൻ്റെ പേരെന്താണ്, അതുപോലെ ഏത് പാർട്ടിനെയാണ്, ബോഡിയിലെ ഏത് പാർട്ടിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ സ്പ്രെഡ് ചെയ്യും, എങ്ങനെയാണത് പകരുക, അതുപോലെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്യൂർ ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഓരോ ഡിസീസിൻ്റെ അടിയിലും നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഫസ്റ്റ് വൺ ടൈഫോയിഡ്. ടൈഫോയിഡിൻ്റെ പാത്തജൻ്റെ പേരാണ് സാൽമണല്ല ടൈഫൈഡ്. സാൽമണല്ല ടൈഫൈഡ്. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനെ. അത് സാധാരണഗതിയിൽ പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടിയാണ്. അതായത് വൃത്തിയില്ലാത്ത ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കുമ്പോഴാണ് ഈ ഡിസീസ് ഉണ്ടാവുക. അവരാദ്യം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നിട്ട് പിന്നീട് ബാക്കിയുള്ള പാർട്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, ബ്ലഡിൽ കൂടി മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സസ്റ്റെയിൻഡ് ഹൈ ഫീവർ, അതായത് ശക്തിയായ പനി, നിലനിൽക്കുന്ന ശക്തിയായ പനി. വീക്ക്നെസ്, അത് ക്ഷീണം. സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. ഹെഡേക്ക്, തലവേദന. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മ. പിന്നെ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ ഒക്കർ ഇൻ സിവിയർ കേസസ്. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ എമൗണ്ട് വളരെ കൂടുതലായാൽ ഇൻറ്റസ്റ്റൈനിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കും, എന്നിട്ട് ഈവൻ ലീഡ്സ് ടു ഡെത്ത്.
സിവിയർ കേസിൽ മരണം വരെ സംഭവിക്കാം. സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കണ്ടാമിനേറ്റ് ചെയ്ത മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും. ഇതിന് കൺഫർമേഷൻ ടെസ്റ്റ് ഉണ്ട്, അതായത് ഇത് തന്നെയാണോ എന്ന് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൊറോണയ്ക്ക് ആൻറ്റിജൻ ടെസ്റ്റ് RT-PCR എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഇതിൻ്റെ ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വൈഡാൽ ടെസ്റ്റ്. ഇനി നിങ്ങൾ ടെസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ ടൈഫോയിഡ് മേരി എന്ന നിക്നെയിം കൊടുത്ത് വിളിച്ചിരുന്നു ഒരു കാലത്ത്. അതായത് മേരി മാലൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരൊരു കുക്കായിരുന്നു, ബൈ പ്രൊഫഷൻ അവരൊരു കുക്കായിരുന്നു. പക്ഷേ അവരൊരു ടൈഫോയിഡിൻ്റെ ക്യാരിയറായിട്ട് ആക്ട് ചെയ്തു. അതായത് അവർക്ക് ടൈഫോയിഡ് ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കത് വലിയൊരു സിവിയർ കേസിലുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ആ ടൈഫോയിഡിൻ്റെ അണുക്കളെ അല്ലെങ്കിൽ ആ ബാക്ടീരിയയെ കുറേ ആൾക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവരൊരു വെക്ടറായിട്ട് ആക്ട് ചെയ്തു, ക്യാരിയറായിട്ട് ആക്ട് ചെയ്തു. സെവറൽ ഇയേഴ്സ്, കുറേ വർഷങ്ങൾ അവരൊരു ക്യാരിയറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈഫോയിഡ് ഫീവറിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം സാൽമണല്ല ടൈഫൈ ഏത് പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ. അത് വരുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. സിംറ്റംസ്, ഏറ്റവും മേജർ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ആൻഡ് ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ഈവൻ ലീഡ്സ് ടു ഡെത്ത്. ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ നോക്കി നമുക്ക് വേറെ കുറേ ഡിസീസിനും വരുന്ന സിംറ്റംസാണ്. വീക്ക്നെസ്, സ്റ്റമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡ് ഏക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഒക്കെ. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. അതുപോലെ ടൈഫോയിഡ് മേരി ആണ് ക്യാരിയറായിട്ട് ആക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വൈറൽ ഡിസീസസ് ആണ്. വൈറൽ ഡിസീസിൽ കോമൺ കോൾഡ്, എയ്ഡ്സ്, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, പോളിയോ, റാബിസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വൈറൽ ഡിസീസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നമുക്കുള്ളത് കോമൺ കോൾഡാണ്. നമുക്കറിയാം സാധാരണ നമ്മുടെ ജലദോഷം എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? കോമൺ കോൾഡിൻ്റെ റൈനോ വൈറസ് ആണ്, RHINO. റൈനോ വൈറസ് ആണ് കോമൺ കോൾഡിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം. ഇൻഫെക്ഷൻ നടത്തുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ്, അതായത് നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ്. ലങ്സിലേക്ക് കിടക്കില്ല, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ്. സാധാരണ അതിൻ്റെ സിംറ്റംസ്, ജലദോഷത്തിൻ്റെ സിംറ്റംസ് അറിയില്ലേ? നേസൽ ഡിസ്ചാർജ്, മൂക്കൊലിപ്പ്, സോർ ത്രോട്ട്, തൊണ്ടയൊക്കെ വരണ്ടിരിക്കുന്ന പോലെ ഒരു കിച്ച് അനുഭവമില്ലേ? ഹൊയേഴ്സ്നെസ്, തൊണ്ടയടപ്പ്, വായ തുറന്നാൽ കാറ്റ് മാത്രം വരുന്ന അവസ്ഥയില്ലേ, അതാണ് ഹൊയേഴ്സ്നെസ്. കഫ്, ഹെഡ് ഏക്ക്, വീക്ക്നെസ്, ടയർഡ്നെസ്, അതൊക്കെയാണ് സാധാരണഗതി. അതൊരു 3 to 7 ഡേയ്സിൽ സാധാരണഗതിയിൽ അങ്ങ് പോകും. അത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്, അതായത് ഒരാൾ തുമ്മുമ്പോഴോ ഒക്കെ അയാളുടെ ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സിൽ കൂടിയാണ്, ഡ്രോപ്ലെറ്റ്സ് ഇൻഫെക്ഷനിൽ കൂടിയാണ് അത് പകരുന്നത്. എയർബോൺ ഡിസീസാണ്. അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച പേന, പെൻസിൽ, അപ്പോൾ അതായത് അയാളുടെ കയ്യിൽ ഈ നേസൽ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾ ഉപയോഗിച്ച പേന, ബുക്ക്, അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഈ ഡിസീസ് വരാം. ഇനി അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പ്രോട്ടോസോവൻ ഡിസീസാണ്. പ്രോട്ടോസോവൻ ഡിസീസ് മേജറായിട്ടും മലേറിയയാണ് പ്രോട്ടോസോവൻ ഡിസീസായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. മലേറിയ പ്ലാസ്മോഡിയമാണ് അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം. അത് അഫക്റ്റ് ചെയ്യുന്നത് ലിവർ സെൽസിനെയും അതുപോലെ തന്നെ RBCയുമാണ്. ലിവർ സെൽസിനെയും RBCയും. അതുപോലെ മലേറിയയുടെ ഏറ്റവും മേജർ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫീവർ ആൻഡ് ഷിവറിങ്, ചിൽ ആൻഡ് ഷിവർ എന്ന് പറയും. അതായത് ഭയങ്കര പനി ഉണ്ടാവും, അതുപോലെ വിറച്ചുകൊണ്ടിരിക്കും. ഈ മലേറിയൽ പാരസൈറ്റ് അത് 2 ഹോസ്റ്റിലാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ്സിലും അതുപോലെ തന്നെ കൊതുകിലും. അപ്പോൾ അത് ഈ ഹ്യൂമൻ ബീയിങ്സിൽ ഒരു സ്റ്റേജിൽ അതിൻ്റെ റീപ്രൊഡക്ഷനൊക്കെ നടത്തുന്ന ഒരു സ്റ്റേജിൽ ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും RBCയിൽ വെച്ചിട്ട്. ഹീമോസോയിനാണ് ഈ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഫീവറും ചില്ലും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് പകരുന്നത് കൊതുകടിയിലൂടെയാണ്. അതുപോലെ പിന്നെ ഒരു ഡിസീസാണ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, അമീബിയാസിസ്, വയറുകടി എന്നൊക്കെ പറയും. അത് സ്റ്റൊമക്ക് അപ്സെറ്റാണ്. ഹൗസ് ഫ്ലൈ ആണ് മെക്കാനിക്കൽ ക്യാരിയേഴ്സ്. ഈച്ച പറന്നു വന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് വയറുവേദന, അബ്ഡമിനൽ പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ സ്റ്റൂൾ, നമ്മുടെ ഫീക്കൽ മാറ്ററിൽ മ്യൂക്കസും ബ്ലഡും ഒക്കെ ഉണ്ടാവും. ഇതാണ് അമീബിയാസിസ് എന്ന് പറയുന്നത്. അടുത്ത അസ്കാരിയാസിസ് ആണ്. അസ്കാരിയാസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്. അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണ് ഡിസീസ് ഉണ്ടാക്കുന്നത്.
ഇത് ഈ പറഞ്ഞ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും, മസ്കുലർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ് ഒക്കെ ബ്ലോക്ക് ആവും. അതൊക്കെയാണ് അസ്കാരിയാസിൻ്റെ ലക്ഷണങ്ങൾ. അത് നമ്മൾ ഈ അസ്കാരിയാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഭക്ഷണം, നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായി കഴുകി ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സോയിലൊക്കെ അസ്കാരിസിൻ്റെ സ്പോറുകളുണ്ടാവും. അപ്പോൾ അത് ഈ പച്ചക്കറികളിലൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ വൃത്തിയായി കഴുകാതെ ഉപയോഗിച്ചെങ്കിൽ ആ സാധനം നമ്മുടെ ഉള്ളിൽ കയറും, എന്നിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അത് ഡെവലപ്പ് ചെയ്യും. അടുത്തത് എലിഫൻറ്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ്, അതായത് മന്ത് എന്ന് പറയും. അത് ലിംഫ് ഗ്ലാൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കൊതുക് കടിയിൽ കൂടിയാണ് പകരുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഫോക്കസ് പോയിൻറ്റ്സിൽ ഇല്ലാത്തതാണ്, ഞാൻ എന്നാലും പറഞ്ഞു പോവാണ്. മന്ത് കൊതുക് കടി കൂടിയാണ് പകരുന്നത്. ഫീമെയിൽ മൊസ്കിറ്റോ ആണ് വെക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ലിംഫ് ഗ്ലാൻസിൻ്റെ എൻലാർജ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് കാല് അതുപോലെ തന്നെ ജനൈറ്റൽ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ വേർതിരിക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ റിംഗ് വേം ഡിസീസാണ്. റിംഗ് വേം ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ അതുപോലത്തെ ഒക്കെ വരില്ലേ, എന്നിട്ട് പാച്ചസ് പോലെ വരും, ചെറിയ ചെറിയ പാച്ചസ്. അവിടെ സ്കിന്നിന് ഡിസ്കളറേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവും. ആ ഭാഗത്ത് ഇപ്പോൾ തലയിലൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് മുടി പോകും. അതാണ് റിംഗ് വേം ഡിസീസ് ഉണ്ടാക്കാൻ കാരണം വേം അല്ല, അതൊരു ഫംഗൽ ഡിസീസാണ്. അതുണ്ടാക്കാൻ കാരണം 3 ജനീറയിലുള്ള വൈറസുകളാണ്: മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റൻ, ട്രൈക്കോഫൈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡിസീസൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ പബ്ലിക് ആൻഡ് പേഴ്സണൽ ഹൈജീൻ. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത്. അതിൽ ടൈഫോയിഡ് ഫീവർ ഈ നോട്ടിൽ തന്നിരിക്കുന്നതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ബാക്കിയുള്ളതും വരില്ല എന്നല്ല. ഇനി അടുത്ത് വരുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ ഇതാണ്, ഈ കാണുന്നതാണ് മൊസ്കിറ്റോയുടെ, നമ്മുടെ മലേറിയൽ പാരസൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. മലേറിയൽ പാരസൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ, മലേറിയ ഡിസീസ് ഉണ്ടാകുന്നത് പാത്തജൻ്റെ പേര് പ്ലാസ്മോഡിയം വൈവാക്സ് ഓർ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പാർട്ട് ഓഫ് ദ ബോഡി എഫക്ട്സ് ലിവർ RBC. അതിൻ്റെ സിംറ്റം ഞാൻ പറയില്ലേ, റപ്ചർ ഓഫ് RBC റപ്ചർ ചെയ്യുമ്പോൾ ഹീമോസോയിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹൈ ഫീവർ ആൻഡ് ചിൽ. അത് റെക്കർ ചെയ്ത് വരും ഇടയ്ക്കിടയ്ക്ക്, അതായത് 38 hours കൂടുമ്പോൾ അല്ലെങ്കിൽ 42 hours കൂടുമ്പോഴൊക്കെ ഈ ഫീവർ ആൻഡ് ചിൽ റെക്കർ ചെയ്യും. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ട്രാൻസ്മിറ്റിംഗ് ഏജൻറ്റ്. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ പടമാണ്. ഒരു മൊസ്കിറ്റോ ബീയിങ്സിനെ കടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക? അതിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ സ്പോറോസോയിറ്റുകളുണ്ട്. ഈ പറയുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ സ്പോറോസോവൈറ്റ് എന്ന് പറയുന്ന ഫോമുണ്ട്. അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കും മൊസ്കിറ്റോയുടെ ബൈറ്റിൽ കൂടി. എന്നിട്ട് ഈ സ്പോറോസോവൈറ്റ് ലിവറിലേക്ക് എത്തും. ബ്ലഡിൽ കലർന്ന രക്തത്തിലൂടെ ലിവറിലെത്തും, കരളിലെത്തും. എന്നിട്ട് ഈ പാരസൈറ്റ് അവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. എന്നിട്ട് സെൽസ് ബേസ്റ്റ് ചെയ്യും. ലിവർ സെൽസിൽ വെച്ചാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുക. എന്നിട്ട് സെൽ അങ്ങ് ഡാമേജ് ആവും. എന്നിട്ട് ഈ പറയുന്ന ഓർഗാനിസംസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അതുപോലെ RBCയിൽ ചെന്നിട്ട് അത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. അതുപോലെ RBCയും ബേസ്റ്റ് ചെയ്യും. RBC ബേസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹീമോസോയിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് അത് സെക്ഷുവൽ സൈക്കിൾ നടത്തും. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ നടത്തുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. സെക്ഷുവൽ സൈക്കിളിലേക്ക് കടക്കും. അതായത് ഗമേറ്റ്സ് പോലെ ഉണ്ടാവും, ഗെമറ്റോസൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ എനിക്ക് ആ ഡിസീസ് ഉണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഗെമറ്റോസൈറ്റുകൾ ഉണ്ടാവും. അത്ര എൻ്റെ ശരീരത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ വേറൊരു കൊതുക് എന്നെ കടിക്കുമ്പോൾ ആ ഗെമറ്റോസൈറ്റ് ഈ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ കൂടി സ്റ്റൊമക്കിലേക്ക് എത്തും. എന്നിട്ട് കൊതുകിൻ്റെ സ്റ്റൊമക്കിൽ വെച്ച് ഇത് ഫെർട്ടിലൈസേഷൻ നടത്തും, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. എന്നിട്ട് സ്പോറോസോയിറ്റ് ഉണ്ടാവും. സ്പോറോസോയിറ്റ് പിന്നെയും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കും. ഇങ്ങനെയാണ് ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇങ്ങനെയാണ് ആ ഡിസീസിൻ്റെ, ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ. ഹ്യൂമൻ ബീയിങ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോമാണ് ഏത് ഫോം? സ്പോറോസോവൈറ്റ്. ഓക്കെ, അതാണ് പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ. ഇനി ഈ ഡിസീസ് പറയുമ്പോൾ ഒരുമിച്ച് പറഞ്ഞു പോകാവുന്നതാണ്. എയ്ഡ്സ്, അതുപോലെ തന്നെ
ക്യാൻസർ ഒക്കെ. എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു വൈറൽ ഡിസീസാണ്. എയ്ഡ്സ് ഒരു വൈറൽ ഡിസീസാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം. അതിനെ കോസ് ചെയ്യുന്ന വൈറസാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV. എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസിൻ്റെ പേരും അതുപോലെ HIV എന്ന് പറഞ്ഞ വൈറസിൻ്റെ പേരുമാണ്. ദയവ് ഇത് തിരിച്ചെഴുതി വയ്ക്കരുത്. എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ മേജറായിട്ട് നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ട് മാറും. അക്വയർഡ് ഡ്യൂറിങ് ലൈഫ് ടൈം ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവും, നമ്മുടെ പ്രതിരോധ ശക്തി കുറയും. അപ്പോൾ നമ്മുടെ ശരീരം വേറെ കുറേ ഡിസീസിനോട് സസെപ്റ്റബിൾ ആയിരിക്കും. അപ്പം വേറെ നമുക്ക് കുറേ ഇൻഫെക്ഷൻസ് വരും. അങ്ങനെ ആൾ മരിക്കുകയാണ് ചെയ്യുക. US ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1981. ആലോചിച്ച് നോക്കൂ, 1981 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ കുറച്ച് നാളുകൾക്കകം 25 മില്യൺ പേഴ്സൺസിനെ അത് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു മാരകമായിട്ടുള്ള ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. പാത്തജൻ്റെ പേര് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഡെഫിഷ്യൻസി വൈറസ്. അത് ഏത് പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്ന കോശങ്ങളുണ്ട്, സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിലെ ഹെൽപ്പർ T ലിംഫോസൈറ്റ് പലതരത്തിലുണ്ട്. അപ്പോൾ അതിലെ ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഹെൽപ്പർ T സെൽസ്. ഹെൽപ്പർ T സെൽസിൻ്റെ എണ്ണം വളരെ കുറയും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫിഗർ 8.6 ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു റിട്രോ വൈറസാണ്, ഇതിൻ്റെ RNA വൈറസാണ്. ഇറ്റ് ക്യാൻ കോസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമുള്ള ഒരു വൈറസാണിത്. അപ്പോൾ ഈ വൈറസ് ഒരു നോർമൽ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ, നമുക്കറിയാം വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അവരുടെ പ്രോട്ടീൻ കോട്ട് പുറത്ത് നിൽക്കും, ആ DNA മാത്രം ഉള്ളിലേക്ക് കടക്കും. DNA ഉള്ളിലേക്ക് കടന്നിട്ട് ആ DNA ഹോസ്റ്റിൻ്റെ ജീനോമിലേക്ക്, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെൽ, നമ്മുടെ ഹെൽപ്പർ T സെല്ലാണ്. ഹെൽപ്പർ T സെല്ലിൻ്റെ അല്ലെങ്കിൽ മാക്രോഫേജുകളാവാം. മാക്രോഫേജ്, ഹെൽപ്പർ T സെൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇമ്മ്യൂൺ സെൽസാണ്, പ്രതിരോധ ശക്തി നൽകുന്ന സെല്ലുകളാണ് ഹെൽപ്പർ T സെൽസും മാക്രോഫേജസും ഒക്കെ. അവരൊക്കെ ഇൻഫെക്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ DNA ഉള്ളിലേക്ക് ഈ വൈറൽ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഹോസ്റ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ച് പുതിയ വൈറസുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അവസാനം ഈ സെല്ല്, ഈ ഹെൽപ്പർ T സെൽ അല്ലെങ്കിൽ മാക്രോഫേജ് ഒക്കെ ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ വൈറസിനെ റിലീസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റി, വൈറസുകളുടെ എണ്ണം കൂടി, എന്നാൽ ഇമ്മ്യൂൺ സെൽസിൻ്റെ എണ്ണം കുറഞ്ഞു അല്ലേ. ഇമ്മ്യൂൺ സെൽസിനെ ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പർ T സെൽസ് വളരെയധികം കുറയും. അതുപോലെ പലതരം ഡിസീസുകൾ നമ്മളെ ഇങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് വെയിറ്റ് ലോസ്, ഭാരം കുറയും, ഡയേറിയ, ഫീവർ, അതൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഡ്യൂ ടു ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഹെൽപ്പർ T ലിംഫോസൈറ്റ്സ് ദ പേഴ്സൺ സ്റ്റാർട്ട് സഫറിങ് ഫ്രം ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ദാറ്റ് കുഡ് ഹാവ് ബീൻ അതർവൈസ് ഓവർകം സച്ച് ആസ് ബാക്ടീരിയ, അതായത് മൈക്കോബാക്ടീരിയം, വൈറസ്, ഫംഗസ്, ടോക്സോപ്ലാസ്മ, അങ്ങനത്തെ പലതരം ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാവും. പേഷ്യൻസ് ബിക്കം ഇമ്മ്യൂണോ ഡെഫിഷ്യൻറ്റ്, അതായത് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയും, ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാവും. അൺഏബിൾ ടു പ്രൊട്ടക്റ്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അഗെയിൻസ്റ്റ് ദീസ് ഇൻഫെക്ഷൻസ്. സാധാരണഗതിയിൽ ഒരു പാത്തജൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി പാടെ ഇല്ലാണ്ടാവുകയാണ് എയ്ഡ്സിൽ ചെയ്യുക. അതുപോലെ ഇത് ഇപ്പോൾ എയ്ഡ്സിൻ്റെ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു 5 to 10 years കൊണ്ടാണ് നമ്മൾ ഈ വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുക. അത്രയും സമയം എടുക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവാൻ. അപ്പോൾ ഇൻഫെക്ഷനും ആ എയ്ഡ്സിൻ്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യാനും ഒരു 5 to 10 years എടുക്കും. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒന്ന്, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതായത് എയ്ഡ്സ് ഉള്ള ആളുമായിട്ടുള്ള സെക്ഷുവൽ ഇൻ്റർകോഴ്സ്, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ ഇൻ്റർകോഴ്സ്. ബൈ ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെയൊക്കെ സമയത്ത് ഈ പറയുന്ന HIV ഒക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ബ്ലഡ് സ്വീകരിക്കില്ല.
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാവാം. അതുപോലെ ഷെയറിങ് ഇൻഫെക്റ്റഡ് നീഡിൽസ്, ഈ ഡ്രഗ് അബ്യൂസേഴ്സൊക്കെ ഇല്ലേ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ നീഡിൽസൊക്കെ ഷെയർ ചെയ്യും, അപ്പോൾ അതിൽ കൂടിയും ഉണ്ടാവാം. അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസൻ്റ വഴി, പ്ലാസൻ്റ എന്ന് പറഞ്ഞ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണല്ലോ, അപ്പോൾ പ്ലാസൻ്റ വഴി ഈ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ ഡിസീസിൻ്റെ സാധ്യത കൂടുതൽ? ആർക്കൊക്കെയാണ്? ഒന്ന്, ഇൻഡിവിജ്വൽസ് ഹു ഹാവ് മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ്, അതായത് കുറേ സെക്ഷുവൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക്, സെക്ഷുവൽ റിലേഷൻഷിപ്പ് കുറേ ആളുകളുമായിട്ട് നടത്തുന്നവർക്ക്. അതുപോലെ ഡ്രഗ് അഡിക്ട്സിന്, പിന്നെ റിപ്പീറ്റഡായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടവർക്ക്, അവരൊന്നും അറിയാതെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഡിസീസാണത്. ഇപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുട്ടിയിൽ നിന്ന്. ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ടെസ്റ്റാണ് നമ്മൾ വൈഡാൽ ടെസ്റ്റ് ഏത് ഡിസീസിന് പഠിച്ചു? ടൈഫോയിഡിന്. അതുപോലെ ഈ എയ്ഡ്സിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് എലീസ, എൻസാം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ, എലീസ. അതുപോലെ എയ്ഡ്സ് ഒരു വെറുതെ നമ്മളൊരാളെ തൊട്ടതിൽ നിന്നോ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടുത്തടുത്തിരുന്ന് പഠിച്ചതുകൊണ്ടോ ഒരേ മുറിയിൽ താമസിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. അത് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ട്രാൻസ്മിഷൻ മൂലം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ HIV വന്നവരെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ബോഡി ഫ്ലൂയിഡിൻ്റെ ട്രാൻസ്മിഷൻ വന്നാലേ അത് വരുള്ളൂ. അതുപോലെ കൊതുക് കടിയിലൂടെ HIV പകരില്ല. കാരണം എന്താ? കൊതുകിൻ്റെ ശരീരത്തിൽ HIV ലൈവായിട്ടിരിക്കാൻ പറ്റില്ല. വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസൈഡ് ദ ഹോസ്റ്റ് ഇറ്റ് ഈസ് അലൈവ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ഇറ്റ് ഈസ് ഇനാക്റ്റീവ്, അല്ലെങ്കിൽ ഡെഡ് പോലെ ആണ് അപ്പിയർ ചെയ്യുക. അതിൻ്റെ പെർട്ടിക്കുലർ ഹോസ്റ്റിൽ മാത്രമേ അതിന് ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസീസാണ് ആൻറ്റി റിട്രോ വൈറൽ ഡ്രഗ്സ്. അത് പാർഷ്യലി ഇഫക്റ്റീവാണ്. അത് ദേ ക്യാൻ ഓൺലി പ്രൊലോങ് ദ ലൈഫ് ഓഫ് പേഷ്യൻറ്റ്. റിട്രോ വൈറസിൻ്റെ എണ്ണം കുറയ്ക്കാനുള്ള ഡ്രഗുകൾ ഉപയോഗിക്കാം. അത് പാർഷ്യലായിട്ട് സക്സസ്ഫുൾ ആവുള്ളൂ. അത് ലൈഫ് സ്പാൻ കൂട്ടാം, ആളുടെ ലൈഫ് സ്പാൻ കൂട്ടാമെന്ന് മാത്രമേ അതിനൊരു ഗുണമുള്ളൂ. അതുപോലെ പ്രിവെൻഷന് വേണ്ടിയിട്ട് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആൻഡ് അതർ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അവർ കുറേ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തും. പ്രത്യേകിച്ച് December 1 എയ്ഡ്സ് ദിനം പോലെയുള്ള ദിവസങ്ങളിലൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ നോട്ടീസുകൾ, TV പ്രോഗ്രാംസ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സേഫായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ നീഡിൽസും സിറിഞ്ചസും ഒക്കെ ഉപയോഗിക്കുക. പിന്നെ കോണ്ടംസൊക്കെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ ഡ്രഗ് അബ്യൂസിനെ തടയുക. നമുക്ക് ചോദിക്കാം എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എഴുതേണ്ടത്. അതുപോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, സെക്ഷുവൽ ഇൻ്റർകോഴ്സിന് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ഷേവ് ചെയ്യുക അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴും ബ്ലേഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒറ്റ തവണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ എയ്ഡ്സിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ എയ്ഡ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വൈറസിൻ്റെ പേര്, ഏത് പാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നു? ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് മേജറായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഹെൽപ്പർ T ലിംഫോസൈറ്റ്സ് കുറയുന്നു, ഡയറിയ, ഫീവർ, വെയിറ്റ് ലോസ്, അതുപോലെ പലതരത്തിലുള്ള ഡിസീസ്, മൈക്കോബാക്ടീരിയം, വൈറസ്, ഫംഗൈ, ടോക്സോപ്ലാസ്മ ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ടാകുന്നു. ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആവുന്നു. അതൊക്കെയാണ് മെയിൻ സിംറ്റംസ്. പക്ഷേ സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ ഒരു 5 to 10 years എടുക്കും. അപ്പോഴത്തേക്കും വൈറസിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. എങ്ങനെ സ്പ്രെഡ് ചെയ്യാം? അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൽ കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇഞ്ചക്ഷൻസ്, അതായത് എക്സ്ചേഞ്ചിങ് നീഡിൽസ്, സിറിഞ്ചസ്, പിന്നെ ഇൻഫെക്റ്റഡ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. ആർക്കൊക്കെയാണ് സാധ്യത കൂടുതൽ?
ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അമ്മയുടെ കുട്ടിക്ക് സാധ്യത കൂടുതലാണ്. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക് സാധ്യത കൂടുതലാണ്. ഡ്രഗ് അബ്യൂസേഴ്സിന്, അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇപ്പോൾ കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടവർക്കൊക്കെ സാധ്യത കൂടുതലാണ്. ടെസ്റ്റ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. ട്രീറ്റ്മെൻറ്റ് ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് ഉപയോഗിക്കാം. ലൈഫ് സ്പാൻ കൂട്ടാവുന്നേ ഉള്ളൂ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാം അതൊക്കെ അവോയ്ഡ് ചെയ്യാം. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സിനെ അവോയ്ഡ് ചെയ്യാം. ഡ്രഗ് അബ്യൂസ് തടയുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സേഫായിട്ട് നടത്തുക. അതൊക്കെയാണ് വഴികൾ. അപ്പോൾ ഇത്രയുമാണ് മേജർ ഡിസീസ്. ഇപ്പോൾ ഈ ക്ലാസ്സിലെടുത്തത് ടൈഫോയിഡ്, അതുപോലെ തന്നെ എയ്ഡ്സ്, മലേറിയ, ഇത്രയും ഡിസീസിനെ എടുത്തു. ഇനി അടുത്തത് ക്യാൻസർ, അതുപോലെ തന്നെ ഇമ്മ്യൂണോളജി ഒക്കെയാണ് ഇനി വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ് അത് ഒരു നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ക്യാൻസർ ഒരു നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. മോസ്റ്റ് ഡ്രഡഡ് ഡിസീസാണ്. ഏറ്റവും ഒരു ഭീകരാവസ്ഥയിലുള്ള ഡിസീസാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കുറേ ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുള്ളൊരു ഡിസീസാണ്. 1 മില്യൺ ഇന്ത്യൻസ് എങ്കിലും ക്യാൻസർ സഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാൻസർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സെല്ലിൻ്റെ ഗ്രോത്തും ഡിഫറൻസിയേഷനും, അതായത് ഓരോ സെല്ലും എന്തുമാത്രം ഡിവൈഡ് ചെയ്യണം, അത് എങ്ങനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എവിടെ വെച്ച് അതിൻ്റെ ഗ്രോത്ത് അവസാനിപ്പിക്കണം, ഇതൊക്കെ ഹൈലി റെഗുലേറ്റഡ് ആണ്. അതായത് ഹൈലി കൺട്രോൾഡ് ആണ്, പ്രീ ഡിറ്റർമിൻഡ് ആണ്. പക്ഷേ ക്യാൻസർ സെൽസിൻ്റെ പ്രത്യേകത, ദർ ഇസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദീസ് റെഗുലേറ്ററി മെക്കാനിസംസ്. അതായത് ഈ കൺട്രോൾ പോകും. അപ്പോൾ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആയിരിക്കും ക്യാൻസർ സെൽസിൻ്റെ, ക്യാൻസർ കോശങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ വളരെ ഫാസ്റ്റായിട്ട് സെൽ ഡിവിഷൻ അങ്ങ് നടന്നുകൊണ്ടിരിക്കും, ഒരു കൺട്രോളും ഇല്ലാതെ. സാധാരണഗതിയിൽ നോർമൽ സെൽസിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, കോൺടാക്റ്റ് ഇൻഹിബിഷൻ. കോൺടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അവരുടെ നെയ്ബറിങ് സെൽസുമായിട്ടുള്ള കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് അവരുടെ ഗ്രോത്ത് ഇനഫ് ആയാൽ, അവരുടെ ഗ്രോത്ത് മതിയായാൽ ആ നെയ്ബറിങ് സെൽസ് ഒരു സിഗ്നൽ കൊടുക്കും, ഗ്രോത്ത് മതിയാക്കൂ എന്നുള്ള സിഗ്നൽ കൊടുക്കും. നെയ്ബറിങ് സെൽസ് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്, അതാണ് കോൺടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, ആ സെൽ ഗ്രോത്ത് അവിടെ നിൽക്കും. പക്ഷേ ക്യാൻസർ സെൽസിന് ഈ പ്രോപ്പർട്ടി ഇല്ല. അതായത് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ടൊരു മാസ് ഓഫ് സെൽസിനെ ഉണ്ടാക്കും. ആ മാസ് ഓഫ് സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ട്യൂമർ. ഇപ്പോൾ സാധാരണ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഡിവൈഡ് ചെയ്യില്ല. നെയ്ബറിങ് സെൽസ് അവർക്കൊരു വാർണിംഗ് കൊടുക്കും, അതിന് ഡിവിഷൻ മതി, നിർത്തിക്കോളൂ, ആവശ്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സിഗ്നൽ കൊടുക്കും. പക്ഷെ ക്യാൻസർ സെൽസിന് ഈ പ്രോപ്പർട്ടി ഇല്ല. അവർ കണ്ടിന്യൂ ചെയ്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു മാസ് ഓഫ് സെൽസ് ഉണ്ടാക്കും. ആ മാസ് ഓഫ് സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ട്യൂമറുകൾ. ട്യൂമർ തന്നെ 2 തരത്തിൽ. ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ വല്ല മുഴകളും വേദനകളൊന്നും ഇല്ലാതെ വെറുതെ തടുപ്പ്, മുഴ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ്. അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാണ്. അപ്പോൾ ട്യൂമർ 2 തരത്തിലുണ്ട്, ബെനൈൻ ട്യൂമറും മാലിഗ്നൻറ്റ് ട്യൂമറും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമർ. ബെനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ ആൻഡ് ഡു നോട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് കോസ് ലിറ്റിൽ ഡാമേജ്. അതായത് ബെനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ ട്യൂമർ എറൈസ് ചെയ്യുന്നത് അവിടെ തന്നെ അത് നിലനിൽക്കുള്ളൂ, അവിടെ തന്നെ അതിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ടൊരു ചെറിയ ട്യൂമറായിട്ട് മാറും. അത് വേറെ ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ അത് ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. നമുക്ക് വേണമെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. അതാണ് ബെനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. പക്ഷെ മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രോലിഫറേറ്റിംഗ് സെൽസാണ്. ആ സെൽസിൻ്റെ പേരാണ് നിയോപ്ലാസ്റ്റിക് സെൽസ്, അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് സെൽസാണ് ക്യാൻസർ സെൽസായിട്ട് മാറുന്നത്. നിയോപ്ലാസ്റ്റിക് സെൽസ്. ഈ സെൽസിൻ്റെ പ്രത്യേകത പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡിങ് ആണ്. അവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും.
എന്നിട്ട് ഒരു സ്ഥലത്ത് കൺഫൈൻഡ് ആയിരിക്കില്ല, അതായത് പെർട്ടിക്കുലർ സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത് വളരുന്നവരായിരിക്കില്ല. എന്ത് ചെയ്യും? അവർ സറൗണ്ടിങ് സെൽസിനെയൊക്കെ ഡാമേജ് ചെയ്യും. അതുപോലെ സൈറ്റ് ഓഫ് ഒറിജിനിൽ നിന്ന് എവിടെയാണോ ആ ട്യൂമർ ഉണ്ടാവുന്നത് അവിടുന്ന് അത് പതുക്കെ ബ്ലഡിൽ കൂടിയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വേറെ സ്ഥലത്ത് പോകും. എന്നിട്ട് വേറെ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ട്യൂമർ ഉണ്ടാക്കും. ആസ് ദീസ് സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ, അപ്പോൾ ഈ സെൽസ് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ദേ ഓൾസോ സ്റ്റാർവ് ദ നോർമൽ സെൽസ് ബൈ കോമ്പീറ്റിംഗ് ഫോർ വൈറ്റൽ ന്യൂട്രിയൻസ്. അപ്പോൾ അത് സാധാരണ സെല്ലുകൾക്ക് വേണ്ട ന്യൂട്രിയൻസും കൂടി ഈ പറയുന്ന നിയോപ്ലാസ്റ്റിക് സെൽസ് എടുക്കും. അപ്പോൾ സാധാരണ സെല്ല് നശിച്ചു പോകും, സ്റ്റാർവ് ചെയ്യും. അവർക്ക് ഭക്ഷണം കിട്ടാതെ, എനർജി, ന്യൂട്രിയൻസ് കിട്ടാതെ അവർ സ്റ്റാർവ് ചെയ്യും. അല്ലേ ഈ സെൽസ് എന്ത് ചെയ്യും? സ്ലൗഡ് ഫ്രം ദ സച്ച് ട്യൂമേഴ്സ്, അതായത് അവരുടെ സൈറ്റിൽ നിന്ന് പറഞ്ഞു പോരുക. സ്ലൗഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ത്രൂ ബ്ലഡിൽ കൂടി പറഞ്ഞു പോന്നിട്ട് അവർ വേറെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ പോകും. എന്നിട്ട് അവിടെ ട്യൂമർ ഉണ്ടാക്കും. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫിയേർഡ് പ്രോപ്പർട്ടി ഓഫ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ സൈറ്റ് ഓഫ് ഒറിജിൻ ദീസ് ട്യൂമർ സെൽസ് sloughed and they move through the blood and they lodge in different body parts and forms a new tumor. അവർ ഒറിജിനൽ സൈറ്റിൽ നിന്ന് പറഞ്ഞു പോകുന്ന പുതിയ സ്ഥലങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെയൊക്കെ ട്യൂമറുകൾ ഉണ്ടാക്കും. അതാണ് ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. അത് മാലിഗ്നന്റ് ട്യൂമേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. ഈ മെറ്റാസ്റ്റാസിസ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് അത് ക്യാൻസറസ് സെൽസ് നമ്മൾ പറയുന്നത്. ബെനൈൻ ട്യൂമർ മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നില്ല, മാലിഗ്നന്റ് ട്യൂമറാണ് മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നത്. അതൊരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാരണം നമ്മൾ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പോൾ സ്റ്റൊമക്കിൽ ക്യാൻസർ ഉണ്ടായി, അത് കഴിഞ്ഞ് അത് സ്പ്രെഡ് ചെയ്തു ഇൻറ്റസ്റ്റൈനിലേക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക്, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക്, ലിവറിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു എന്ന് കേട്ടില്ലേ. അത് ഈ മെറ്റാസ്റ്റാസിസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്യാൻസർ സെൽസ് ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് സെൽ ഗ്രോത്തിനാണ് ട്യൂമർ എന്ന് പറയുക. രണ്ട് തരത്തിലുണ്ട്, ബെനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും. ബെനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ദാറ്റ് കൺഫൈൻ ടു എ പെർട്ടിക്കുലർ ലൊക്കേഷൻ, വൈൽ മാലിഗ്നന്റ് ട്യൂമർ അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന വേറെ സ്ഥലത്തും ട്യൂമർ ഉണ്ടാക്കും. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. ആൻഡ് സച്ച് സെൽസ് ആർ കോൾഡ് നിയോപ്ലാസ്റ്റിക് സെൽസ്. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഇനി എങ്ങനെയാണ്, വാട്ട് ആർ ദ കോസസ് ഓഫ് ക്യാൻസർ? എങ്ങനെയൊക്കെയാണ് ക്യാൻസർ ഉണ്ടാവുക? Transformation of normal cells into cancerous neoplastic cells may be induced by physical, chemical or biological agents. ഇതുണ്ടാവാൻ ഫിസിക്കൽ ഏജൻസ് ഉണ്ടാവാം, ബയോളജിക്കൽ ഏജൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് ആവാം. കാരണം അപ്പോൾ ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസിനെ നമ്മൾ മൊത്തമായി പറയുന്ന പേരാണ് കാർസിനോജൻ. മ്യൂട്ടേഷൻ കോസിങ് ഏജൻസിനെ നമ്മൾ പറഞ്ഞ പേരാണ് മ്യൂട്ടാജൻ. അതുപോലെ ക്യാൻസർ കോസിങ് ഏജൻസിനെ പറയുന്ന പേരാണ് കാർസിനോജൻ. അതിൻ്റെ എക്സാമ്പിൾസാണ് അയണൈസിങ് റേഡിയേഷൻസ്, എക്സ്റേ, ഗാമാ റേസ്. അതൊക്കെ ഒരു പരിധിയിലും കൂടുതൽ അതിന് സസെപ്റ്റബിൾ ആവുക. അതുപോലെ നോൺ അയണൈസിങ് റേഡിയേഷൻ, UV റേസ് പോലെയുള്ള, അത് DNA ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ നിയോപ്ലാസ്റ്റിക് സെൽസ് ആയിട്ട് മാറും, മ്യൂട്ടേഷനൊക്കെ സംഭവിപ്പിക്കും. കെമിക്കൽ കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ടുബാക്കോ സ്മോക്കിലുള്ളത് കെമിക്കൽ കാർസിനോജനാണ്, ലങ് ക്യാൻസർ ഉണ്ടാക്കും. അതുപോലെ ക്യാൻസർ കോസിങ് വൈറസുകളുണ്ട്, ഓങ്കോജനിക് വൈറസ്. ദേ ഹാവ് ജീൻസ് കോൾഡ് വൈറൽ ഓങ്കോജീൻസ്. അവർക്ക് ഓങ്കോജീൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് ജീൻസാണ്, ഓങ്കോജീൻസ് ഉണ്ട്. ഫർദർ മോർ സെവറൽ ജീൻസ് കോൾഡ് സെല്ലുലാർ ഓങ്കോജീൻ ഓർ പ്രോട്ടോ ഓങ്കോജീൻ. സാധാരണ നമ്മുടെ ശരീരത്തിലെല്ലാം സെല്ലുലാർ ഓങ്കോജീൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ. ഈ പ്രോട്ടോ ഓങ്കോജീൻ ഈ പറയുന്ന കണ്ടീഷൻസിൽ, എക്സ്റേസ് അല്ലെങ്കിൽ ഗാമാ റേസ്, UV റേസ്, അതുപോലെ ടുബാക്കോ, പിന്നെ നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും, ജങ്ക് ഫുഡിലുള്ള അടങ്ങിയ പല സാധനങ്ങൾ, അതുപോലെ വൈറസുകൾ, ഇതൊക്കെ ഈ പ്രോട്ടോ ഓങ്കോജീനെ ഓങ്കോജീനായിട്ട് ആക്ടിവേറ്റ് ചെയ്യും. പ്രോട്ടോ ഓങ്കോജീനായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ ജീൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ബട്ട് വെൻ ഇറ്റ് ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഓങ്കോജീനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ട്യൂമറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് പല കാരണങ്ങളുണ്ടാവും. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ പ്രോട്ടോ ഓങ്കോജീനെ ഓങ്കോജീനായിട്ട് മാറ്റാൻ കഴിവുള്ളവരാണ്. ഓക്കെ, ഇനി ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ്. എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുക, ക്യാൻസർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ ഡിറ്റക്റ്റ് ചെയ്താൽ, അതായത് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ്
ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ മതി, അതായത് ആ ട്യൂമർ റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് മെറ്റാസ്റ്റാസിസ് അറ്റൈൻ ചെയ്താലാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഡിറ്റക്റ്റിന് സഹായിക്കുന്ന പല ടെക്നിക്സ് ഉണ്ട്. ബയോപ്സി ഒരു ടെക്നിക്കാണ്, ബയോപ്സി ആൻഡ് ഹിസ്റ്റോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ദ ടിഷ്യൂ, ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ്. അതുപോലെ ഇതൊക്കെ ബ്ലഡ് ബോൺ മാരോ ടെസ്റ്റൊക്കെ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറിനാണ് ചെയ്യുന്നത്. അതായത് ഈ ക്യാൻസർ സെൽസിന് നോർമൽ സെല്ലിൻ്റെ സർഫസ് പോലെ ആയിരിക്കില്ല ക്യാൻസർ സെല്ലിൻ്റെ സർഫസ്. അതിന് ക്യാൻസർ സെൽസിൽ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസൊക്കെ സെൽ സർഫസിലുണ്ടാവും, സെല്ലിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു എക്സ്പേർട്ടിന്, ഒരു ഓങ്കോളജിസ്റ്റിന് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ ക്യാൻസർ സെല്ലിനെയും നോർമൽ സെല്ലിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ട്യൂമർ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ബയോപ്സിക്ക് അയച്ചു എന്ന്. ബയോപ്സിയിൽ ചെയ്യുന്ന ഇതാണ്, അവരുടെ സെൽ സർഫസ്, സെല്ലിൻ്റെ പെക്യൂലിയാരിറ്റീസ് നോക്കി അത് നിയോപ്ലാസ്റ്റിക് സെല്ലാണോ നോർമൽ സെല്ലാണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലുക്കീമിയയുടെ കേസിലാണെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ ബോൺ മാരോ ടെസ്റ്റ്. ലുക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സെല്ലിൻ്റെ കൗണ്ട് അൺകൺട്രോൾഡ് ആയിട്ട് കൂടുക എന്നുള്ളതാണ്. WBCയുടെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടുക. അപ്പോൾ അതാണ് ലുക്കീമിയ. അപ്പോൾ അത് ബ്ലഡിനും ബോൺ മാരോ ടെസ്റ്റൊക്കെയാണ് ലുക്കീമിയയ്ക്ക് ചെയ്യുക. ബയോപ്സിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പീസ് സസ്പെക്റ്റഡ് ടിഷ്യൂ കട്ട് ചെയ്യും, എന്നിട്ട് എക്സാമിൻ ചെയ്യും. അതുപോലെ റേഡിയോഗ്രാഫി, എക്സ്റേ എടുക്കാം, CT കമ്പ്യൂട്ടഡ് ടൊമോഗ്രാഫി, MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, ഇതൊക്കെ ക്യാൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അത് ചോദിക്കാറുണ്ട് കേട്ടോ, ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. ബയോപ്സി, ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ്, എക്സ്റേ, റേഡിയോഗ്രാഫി, CT ആൻഡ് MRI സ്കാൻ. അതുപോലെ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറഞ്ഞാൽ എക്സ്റേസ് ഉപയോഗിച്ച് ഈ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെ 3 ഡയമെൻഷണൽ വ്യൂ, 3D പിക്ചർ എടുക്കുകയാണ്. MRI എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ അയണൈസിങ്, നോൺ അയണൈസിങ് റേഡിയേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുകയാണ്. പിന്നെ ആൻറ്റിബോഡീസ് ടെസ്റ്റും ചെയ്യാൻ പറ്റും. അതായത് ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ് ഓൾസോ യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സർട്ടൺ ക്യാൻസേഴ്സ്. അതായത് ഈ ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജന് എതിരെയുള്ള ആൻറ്റിബോഡികൾ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാലും നമുക്ക് ചില ക്യാൻസറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോളിക്കുലാർ ബയോളജിയിൽ ജീൻ ഇൻഹെറിറ്റഡ് ആണോ എന്ന്, ക്യാൻസർസ് ഇൻഹെറിറ്റഡ് ആണ്. ചില ഫാമിലിയിലൊക്കെ പ്രോട്ടോങ്കോജീന് ഒരു പ്രായം കഴിയുമ്പോൾ ആക്റ്റീവ് ആകുന്ന ഒരു ഫിനോമിനൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും മോളിക്കുലാർ ബയോളജി ഉപയോഗിച്ച് നമ്മുടെ ജീനൊക്കെ നോക്കിയിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. Identification of such genes which predispose an individual to certain cancers may be very helpful in prevention of cancers. അപ്പോൾ എന്ത് ചെയ്യും, അവരോട് ഇങ്ങനത്തെ ക്യാൻസർ കോസിങ് ഏജൻസിനോടുള്ള എക്സ്പോഷർ കുറയ്ക്കാൻ പറയും. അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് നടിയൊക്കെ അവരുടെ മെറ്റേണൽ ഹിസ്റ്ററിയിൽ, അവരുടെ അമ്മ വഴിയുള്ള പാരമ്പര്യത്തിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ തന്നെ റിമൂവ് ചെയ്തു, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അവർക്ക് ആ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ജീനുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഡിസീസ് കോസിങ് ഏജൻസിനോട് വിട്ട് നിൽക്കുക. ഇപ്പോൾ ടൊബാക്കോ, സ്മോക്ക്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാം. അതൊക്കെ. ഇനി ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ ചെയ്യുന്നത് സർജറി, പിന്നെ റേഡിയേഷൻ തെറാപ്പി, പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി. ഇതാണ് സാധാരണ ട്രീറ്റ്മെൻറ്റ് മെക്കാനിസം. സർജറി എന്ന് പറയുമ്പോൾ സർജിക്കൽ റിമൂവലാണ്. ആ പെർട്ടിക്കുലർ ട്യൂമർ സർജിക്കൽ റിമൂവ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ബയോപ്സിക്കൊക്കെ അയക്കും. റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ട്യൂമർ സെൽസ് ഇറേഡിയേറ്റഡ് ലീഥലി ടേക്കിംഗ് പ്രോപ്പർ കെയർ ഓഫ് നോർമൽ ടിഷ്യൂസ്. അതായത് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, സ്ട്രോങ് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്യൂമർ സെല്ലുകളെ മാത്രം ഇനാക്റ്റീവ് ആക്കുക. നോർമൽ സെല്ലിന് അധികം ഡാമേജ് ഉണ്ടാവാതെ ട്യൂമർ സെൽസിനെ മാത്രം ഇനാക്റ്റീവ് ആക്കുക. അതാണ് റേഡിയേഷൻ. പിന്നെ കീമോതെറാപ്പി, അതായത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഈ പെർട്ടിക്കുലർ ട്യൂമറിനെ മാത്രം കില്ല് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ട്യൂമറിനെ നശിപ്പിക്കുക. പക്ഷേ അതിനൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും. ഹെയർ ലോസ്, അനീമിയ, അതുപോലെ വായിൽ മൗത്ത് അൾസേഴ്സ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവും. മോസ്റ്റ് ക്യാൻസേഴ്സ് ആർ ട്രീറ്റഡ് ബൈ കോമ്പിനേഷൻ ഓഫ് സർജറി, റേഡിയോതെറാപ്പി ആൻഡ് കീമോതെറാപ്പി. സാധാരണഗതിയിൽ ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഇതെല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ്. Tumor cells have been shown to avoid detection and destruction by immune system. Therefore, the patients are given substances called biological response modifiers such as alpha interferon.
അപ്പോൾ സാധാരണഗതിയിൽ ഈ ട്യൂമർ സെൽസിനെ നശിപ്പിക്കാൻ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തയ്യാറാവാറില്ല. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആൽഫ ഇൻ്റർഫെറോൺ പോലെയുള്ള ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് എന്നാണ് പറയുക, അങ്ങനത്തെ സബ്സ്റ്റൻസസ് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ട്യൂമറിനെ ഡിസ്ട്രോയ് ചെയ്യും. ആൽഫ ഇൻ്റർഫെറോൺ പോലെയുള്ള സബ്സ്റ്റൻസസ്. ഇത്രയുമാണ് ക്യാൻസർ എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാണ്. അവർക്ക് കോൺടാക്റ്റ് ഇൻഹിബിഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലാണ്ടാവും. അതായത് റെഗുലേറ്ററി മെക്കാനിസം ഒന്നുമില്ല, കണ്ടിന്യൂസ് ഡിവിഷൻ ആയിരിക്കും. എന്നിട്ട് മാസ് ഓഫ് സെൽസ് ഉണ്ടാകും, അതിനെ ട്യൂമർ എന്ന് വിളിക്കും. 2 തരത്തിലുള്ള ട്യൂമറുണ്ട്, ബെനൈൻ ആൻഡ് മാലിഗ്നൻറ്റ്. ബെനൈൻ ട്യൂമർ ഒരു സ്ഥലത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ട്യൂമറാണ്. അത് നെയ്ബറിങ് സെൽസിന് ഭീകരമായ ഡാമേജ് ഒന്നും വരത്തില്ല. അതേസമയം മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് proliferating, highly dividing cells ആണ്. നിയോപ്ലാസ്റ്റിക് സെൽസ് ആണ് അവർ പറയുന്നത്. അവർ ഫ്രം ദ സൈറ്റ് ഓഫ് ഒറിജിൻ they migrate to other body parts through ബ്ലഡിൽ കൂടി അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ കൂടി വേറെ ബോഡി പാർട്സിൽ പോയി അവിടെ ട്യൂമർ ഉണ്ടാക്കും. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. അങ്ങനത്തെ സെൽസിനാണ് നിയോപ്ലാസ്റ്റിക് സെൽസ് അല്ലെങ്കിൽ ക്യാൻസറസ് സെൽസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാസിസ് ആണ് ഈ മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ ഏറ്റവും ഡ്രഡഡ് പ്രോപ്പർട്ടി, ഏറ്റവും ഭീകരമായ പ്രോപ്പർട്ടി. അതാണ് പല സ്ഥലത്ത് ക്യാൻസർ വരാനുള്ള റീസൺ. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കാർസിനോജൻസ് എന്ന് പറയും. ക്യാൻസർ കോസിങ് ഏജൻസിനെ മൊത്തത്തിൽ പറയുന്ന പേര്. അത് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കലൊക്കെ ഉണ്ട്. ഫിസിക്കൽ ആണെങ്കിൽ എക്സ്റേസ്, ഗാമ റേസ്, UV റേസ് ഒക്കെ. ബയോളജിക്കലാണെങ്കിൽ വൈറസ് പോലുള്ള ഓങ്കോജനിക് വൈറസ്. അതുപോലെ തന്നെ കെമിക്കൽ കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ടുബാക്കോ സ്മോക്കിലുള്ളത്, അജിനോമോട്ടോ, പിന്നെ നമ്മുടെ ജങ്ക് ഫുഡിലുള്ള കുറേ സാധനങ്ങൾ, ഇതൊക്കെ കെമിക്കൽ കാർസിനോജൻസാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ സാധാരണ ഒരു ഓങ്കോജീൻസ്, അത് പ്രോട്ടോ ഓങ്കോജീനുകളായിട്ടാണ് കാണുന്നത്. ബട്ട് വെൻ വി ആർ സസെപ്റ്റബിൾ ടു ദീസ് കൈൻഡ് ഓഫ് കാർസിനോജൻസ്, ദീസ് പ്രോട്ടോ ഓങ്കോജീൻ വിൽ ബി കൺവേർട്ടഡ് ടു ഓങ്കോജീൻ. ഇനി അതിൻ്റെ ഡിറ്റക്ഷൻ, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സി, അതുമല്ല ഹിസ്റ്റോളജിക്കൽ സ്റ്റഡീസ്, ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ്, എക്സ്റേസ്, CT സ്കാൻ, MRI സ്കാൻ, അതുപോലെ ആൻറ്റിബോഡി ടെസ്റ്റ്. ഇത്രയുമാണ്. പിന്നെ മോളിക്കുലാർ ബയോളജി പോയിട്ട് അതായത് ജനറ്റിക് ജീൻ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ടെൻഡൻസി ഉണ്ടോ എന്ന് നോക്കി. ഇതൊക്കെയാണ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. ചോദിക്കാറുണ്ട് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് എന്താണ്, നിയോപ്ലാസ്റ്റിക് സെൽസ് എന്താണ്, കാർസിനോജൻസ് എന്തൊക്കെയാണ്, വാട്ട് ഈസ് കോൺടാക്റ്റ് ഇൻഹിബിഷൻ, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാലിഗ്നൻറ്റ് ട്യൂമർ ആൻഡ് ബെനൈൻ ട്യൂമർ, ഇതൊക്കെ വരാനുള്ള ക്വസ്റ്റ്യൻസാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇത്രയുമാണ് ട്രീറ്റ്മെൻറ്റ്സ്. ഇത്രയുമാണ് മേജർ ഡിസീസിൽ വരുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത് ഇമ്മ്യൂണോളജിയാണ്. അതായത് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യുന്നത്.